പഴയ പാട്ട, കുപ്പി, പാത്രം, പ്ലാസ്റ്റിക് പാത്രം കൊടുക്കാണ്ടോ? ആക്രി ആക്രി. കൊല്ലക്കുടിയിലാണോടാ സൂചി വയ്ക്കാൻ നടക്കുന്നത്? ഒരു ആക്രി കച്ചവടക്കാരന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഇന്നാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത് മാക്രി. അയ്യോ, എന്റെ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് നിർത്തിയേക്കുവാ ഇവിടെ ജോലി ചെയ്യിക്കാൻ. എന്ത് പ്രയോജനോ എന്തോ. നല്ല என்ன சேச்சி നീ അവിടെ എന്തോ ഈ വരുന്നടാ? நான் இந்த இடத்துல வேலையெல்லாம் செய்து செய்து என்னோட உடம்பெல்லாம் போயாச்சு. ഈ വീടിന്റെ വാതിൽ ഒരു ചെറിയ വാതിലായിരുന്നു. ഇവൻ ഇങ്ങനെ വളർന്നതിന് ശേഷം ആ വാതിൽ വലുതാക്കിയത്. അവന്റെ ഉടമ്പെല്ലാം അങ്ങ് പോയെന്ന്. എടാ ചേട്ടൻ എന്തോ ഇങ്ങോട്ട് പറഞ്ഞു? ഇതൊക്കെ അടുക്കിപ്പറക്കി വെക്കാനാണോ പറഞ്ഞത്? முதலாளி പറഞ്ഞ வேலையெல்லாம் நான் செய்துட்டு இருக்கு. നീ വേലയെല്ലാം ചെയ്തു. சேச்சி உங்களோட கணவன் யாருன்னு தெரியுமா? എന്റെ ഭർത്താവ് ആരാന്ന് എനിക്ക് അറിയത്തില്ലടാ. சேச்சி என்னோட அப்பாவோட பழைய ஜோலிக்காரன் வேலைக்காரன். ആണോ കണ്ണാ? ஆமா നിജമാ? நிஜமா என்னோட சின்ன பிராயத்திலே என்னை அப்பையை ஏமாத்தி என்னை திருடி இந்த இடத்துல கொண்டு இவனை அடிமையா வச்சிருக்கு. ആണോടാ? ஆமா. അയ്യോ நான் பெரிய ஆளாயிட்டு வளர்ந்து பெரிய ஆளாயிட்டு நான் பஸ்ல ஏறி நான் ஊருக்கு போகும். അയ്യോ ഇവൻ ഇനി എന്തോന്ന് വളരാൻ കിടക്കുന്നത്? ഇവൻ പെരിയ ആളാവും. എന്താടാ ഇത്? ஒரு காரியம் தெரியுமா? ஆ. நான் வலிய பெரிய நடிகர் நடிகர் திலகம். ஒரு மினிட். நான் ஆணையிட்டா அது நடந்து விட்டா, நான் ஆணையிட்டால் அது நடந்து விட்டால் இங்கு ஏழைகள் வேதனை படமாட்டார். உயிர் உள்ளவரை ஒரு துன்பமில்லை, அவர் கண்ணீர் கடலிலே விழமாட்டார், அவர் கண்ணீர் கடலிலே விழமாட்டார். நல்ல கண்ணே முதலாளி, நான் யாரு? என்னுடைய முதலாளி. இது யாரு? இதுக்கு கொண்டாட்டம் உண்டாக்கிட்டு இருந்தோம் முதலாளியோட பொண்டாட்டி. நீ இனி கூடுதல் உண்டாக்கண்டா. ഇവിടെ എത്രയോ മലയാളി പിള്ളേരുള്ളതാ. നിങ്ങൾ എന്തിനാ ഈ തമിഴനെ ജോലിക്ക് നിർത്തിയേക്കുന്നേ? കൂടുതൽ ജോലി, കുറഞ്ഞ ശമ്പളം. നിങ്ങളുടെ ഈ ഒരു ഉണക്ക ആക്രിപ്പണി, ഈ ആക്രിപ്പണി കാരണം മനുഷ്യന് വെളിയിൽ ഇറങ്ങി നടക്കാൻ വയ്യ. എന്തൊരു നാണക്കേടാന്നറിയോ? എല്ലാരും എന്നോട് ചോദിക്കാം ഭർത്താവിന് എന്തോ ജോലി, ഭർത്താവിന് എന്തോ ജോലി എന്ന്. അപ്പൊ ആക്രിന്ന് ഞാൻ ആദ്യം ഒന്നും പറയത്തില്ലായിരുന്നു, ബേക്കറി എന്നായിരുന്നു പറയുന്നത്. പിന്നെ എടുത്ത് ചോദിക്കുമ്പോഴാണ് ആക്രി എന്ന് പറയുന്നത്. അയ്യടി, നിനക്ക് ഇപ്പോഴാണ് നാണക്കേട്. എടി, എന്റെ കല്യാണം ആലോചിച്ചുകൊണ്ട് നിന്റെ വീട്ടിൽ എന്റെ ബ്രോക്കർ വരുമ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ പറഞ്ഞല്ലേ? അന്ന് ഞാൻ ആക്രിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? ഇപ്പോഴാണോ നിനക്ക് നാണക്കേട്? ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്റെ പൊന്നിയേട്ടാ, ബ്രോക്കർ വന്ന് പറഞ്ഞ എന്തോന്നറിയോ? സ്ക്രാപ്പ് ഡീലർ ആണെന്ന്. ഞാൻ വിചാരിച്ചാണ്ട് വലിയ ഉദ്യോഗസ്ഥനായി സ്ക്രാപ്പ് ഡീലർ എന്ന്. ഞാൻ ആക്രിക്കാരനാണെന്ന്. ആക്രിക്കാരനാണെന്ന് അറിഞ്ഞാൽ എനിക്ക് നിങ്ങളെ ഞാൻ കേട്ടത്തില്ലായിരുന്നു. ആക്രിക്കാരനാണെന്ന് അറിഞ്ഞാൽ എന്നെ കേട്ടത്തില്ലായിരുന്നു. ഓ, നീ വലിയ വർത്താനം ഒന്നും പറയണ്ട. നിന്നെ പെണ്ണ് കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ നിന്റെ ഒരു അമ്മാവന്റെ മകനുണ്ടല്ലോ, ശിവോണനാണോ? ആ ഷിബു എന്നോട് ചോദിച്ചു, എന്ത് ചോദിച്ചു? ചേട്ടനാണോ ഇവളെ കെട്ടുന്നെന്ന്. ഞാൻ പറഞ്ഞു അതെ. ചേട്ടൻ ആക്രിക്കച്ചവടമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. ഇപ്പൊ അവനൊരു ഒറ്റ ചിരി. അത് കേട്ടതും, എന്ത് ആക്രിയാകുമ്പോ പഴയ സാധനങ്ങളെല്ലാം എടുക്കണം, അത് ചേട്ടന്റെ വിധിയാണ്. എത്ര ആമ്പിളാരെന്റെ പുറകിൽ നടന്നറിയാവോ? എനിക്ക് തലവരയില്ല, അത് തന്നെ. നിനക്ക് ഞാൻ തലേ വര ഉണ്ടാക്കി. ഇനി പാടി നല്ലൊരു വര ഉണ്ടാക്കി തരാം. അതോടുകൂടി എന്റെ തലേ വരെ തെളിവല്ലേ. നിങ്ങളോട് തർക്കിച്ചേക്കാനൊന്നും സമയമില്ല. എനിക്ക് സീരിയൽ കാണാൻ ഞാൻ പോവാം. എന്താ കാണാൻ പോവാന്ന് പറഞ്ഞത്? സീരിയല് കാണുവാടി. എന്റെ പൊന്നിയേട്ടാ, തല്ലുന്നെങ്കിൽ തല്ല. അരി അടപ്പത്ത് കിടക്കുന്ന അതൊന്നും നോക്കാൻ പോണോ എനിക്ക്? ഞാനിവിടെ അരി മേടിച്ച് വെക്കുന്നത് മൊത്തം തീർന്നു പോകുന്നത്. അരിയെല്ലാം എടുത്ത് അടുപ്പത്തിൽ വേണം. എടി, അത് കലത്തിലാക്കിട്ട് എന്നിട്ട് എടുത്ത് അടുപ്പത്ത് വെക്കും കേട്ടോ. ചേട്ടാ, ഇതേ ഒരു കുടമാണേ. ഞാൻ വിചാരിച്ചു കുളം കൊണ്ടുവരുവാന്ന്. അത് കുടമാണെന്ന് എന്റെ കണ്ണിന് യാതൊരു കുഴപ്പമില്ല. അത് കുടമാണെന്ന് എനിക്കറിയാം. അയ്യോ അതല്ല ചേട്ടാ, പിന്നെന്താണ്? ഐശ്വര്യമായിട്ടെ ഈ കുടം അങ്ങോട്ട് എടുത്തിട്ട് എന്റെ പൈസ ഇങ്ങോട്ടൊന്ന് തരുമോ? വളരെ അത്യാവശ്യമാണ്. അതെന്ത് അത്യാവശ്യമാണ്? അതെ, സിനിമ കാണാൻ പോവാൻ. സിനിമ കാണാൻ പോവാ. കണ്ടില്ലേ,
വീട്ടിൽ നിന്നുള്ള കുടമൊക്കെ എടുത്ത് വിറ്റിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. ഇന്ന് കുടം നാളെ മറ്റൊരു എന്തൊക്കെയാണെന്ന് ഇനി ആർക്കറിയാം. ഒരു സെക്കൻഡ്. നീ തിയേറ്ററിലെത്തിയോ? ആണോ? ഞാന് ഈ ATM നിക്കുവാ. എന്താന്നറിയത്തില്ല, ഇവിടുത്തെ മെഷീൻ ഭയങ്കര സ്ലോ ആ. ഓ കൊള്ളത്തില്ല. വരാടാ, ബൈ. കാമുകനുമായിട്ട് സിനിമയ്ക്ക് പോകാനുള്ള പരിപാടിയാണല്ലേ? ഒന്ന് തരുമോ? ഇത് നമ്മൾ ചവിട്ടിക്കൂട്ടി ഇത് ചളുക്കി എടുത്തു കഴിയുമ്പോ നമുക്കൊരു 20 രൂപ തരാൻ പറ്റും. അയ്യോ, ഇത്രയും നല്ല കുടം ചവിട്ടി പൊളിക്കാനോ? എന്തു കേട്ടോ അങ്ങനൊക്കെ പറയാം. നല്ലതായാലും ചീത്തയായാലും ആക്രിക്കാർ സാധനം എടുക്കുമ്പോ അത് ചവിട്ടി ചളുക്കും. അതാണ് ഞങ്ങളുടെ സ്റ്റൈല്. നിങ്ങൾ ചളുക്കോ ചളുക്കാതിരിക്കോ എന്താണെന്ന് വെച്ചാ ചെയ്തോ. എന്റെ കാശ് ഇങ്ങോട്ടാ. 20 രൂപയോ? ചേട്ടാ ടിക്കറ്റ് എടുക്കാൻ പോലും തികയത്തില്ല. ടിക്കറ്റ് എടുക്കാൻ തികയത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഇന്റർവെൽ സമയത്ത് കപ്പലിന്റെ മേടിക്കാൻ സഹായിക്കും. ഈ ഒരു നല്ല ഉടുത്തിന് എങ്ങനെയാ 20 രൂപ? എന്തോ കൊച്ചെ, നിങ്ങൾക്ക് കണ്ണ് കാണത്തില്ല. ഇതിന് അതിൽ കൂടുതൽ കിട്ടില്ല. ശരിക്കും 20 രൂപയ്ക്ക് കൂടുതൽ കിട്ടത്തില്ല? ഞാൻ പറഞ്ഞല്ലോ, കിട്ടത്തില്ല. ചേട്ടാ ചേട്ടാ 30, ചേട്ടാ 40, ചേട്ടാ 50, ചേട്ടാ 100. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. 100. രാവിലെ കുറെ പൈസ കൂടുതൽ കരുതുന്നതായിരുന്നു കൊച്ചേ. ഓ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ചേട്ടാ? കാമുകനും കാമുകിക്കും ഒരു ഉപദേശമാണ്. അവിടെ ചെല്ലുമ്പോൾ തിരക്കായിരിക്കും. അതെ, കുറച്ചെങ്കിലും സിനിമയൊന്ന് കാണണം. സിനിമ കാണാൻ ശ്രമിക്കണം. ആ കൊച്ചു പറഞ്ഞ പോലെ ഒരു കംപ്ലൈന്റും ഇല്ല. പിന്നെ ഇത് എന്ത് ഭ്രാന്ത് കയറിയാണ് ഇത് വിൽക്കാൻ കൊണ്ടുവന്നത്? നല്ല കണ്ണേ, முதலாளி என்ன பிரச்சனை? மூஞ்சி எல்லாம் இந்த மாதிரி இருக்கு. രാവിലെ ഓരോ കച്ചവടം വരുമ്പോ മൂഞ്ചി ഇരിക്കും. என்னன்னு? രാവിലെ ഇങ്ങനെയുള്ള കച്ചവടമാണ് നടക്കുന്നത്, മുഖം ഇങ്ങനെ ഇരിക്കും എന്ന് തമിഴിൽ പറഞ്ഞതാ. ഒരു തമിഴിനോട് മലയാളത്തിൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ബിയർ കുപ്പിക്കാണ് എറിഞ്ഞു വീട്ടും. അതങ്ങനെ അദ്ദേഹത്തോണ്ടാ തിരിച്ചെന്റെ പോലെ വന്നു. ചേട്ടോ എന്താടി ചേട്ടാ, ആ പൈപ്പിൻ ചോട്ടില്ലേ ഞാൻ നമ്മുടെ പച്ച കുടം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കള്ളന്മാരൊക്കെ ഉള്ളത് ആരെങ്കിലും എടുത്തോണ്ട് പോന്നു. ഒരു കണ്ണ് അങ്ങോട്ട് നോക്കിക്കോണേ ഏട്ടാ, നോക്കിക്കോണേന്ന്. ഇതെന്താ മിർഗസ്യാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? അല്ല ഞാൻ നോക്കാം. ഏത് കുടമായിരുന്നു പറഞ്ഞു? പച്ചക്കുടം. ഞാൻ പളനി പോയപ്പോ മേടിച്ചോണ്ട് വന്ന കുടം തിരിച്ചറിഞ്ഞില്ലല്ലോ. എന്നെ പറ്റിച്ചു, എന്നെ പറ്റിച്ചു. ഹലോ ആക്രിക്കാരാ, ആരാടാ? ആരാ? ഞാൻ ജോക്കി. ഇത് റേഡിയോ. തിരിഞ്ഞു പോയല്ലോ പറഞ്ഞത്. റേഡിയോ ജോക്കി എന്നാണ് ശരിക്കും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ റേഡിയോ ജോക്കി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. റേഡിയോ ജോക്കി സുഖം പണിയാ. ആര് പറഞ്ഞു സുഖം പണിയാന്ന്? മേലനങ്ങാത്ത പണി ചെയ്യല്ലേ, ഇഷ്ടം പോലെ പൈസ ചെയ്യും. സുഖം പണി. നിങ്ങൾക്ക് എന്താ പണി അവിടെ? 4 ബ്ലോക്ക് ഉണ്ടെന്ന് പറയണം, 4 പാട്ട് വിടണം, ഒരു ദിവസത്തെ പണി കഴിയും അല്ലേ? അതല്ല, പിന്നെ അത് FM. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ സിലോണിൽ നിന്ന് കൊണ്ടുവന്ന റേഡിയോ ഇത്. 2000 രൂപ മുടക്കി കപ്പലിൽ വന്ന റേഡിയോ ആയത്. അതറിയാവോ? ചേട്ടൻ പോയൊന്ന് അന്വേഷിച്ച് നോക്കി, ലോകം മുഴുവൻ അന്വേഷിച്ച് നോക്ക്, ഈ റേഡിയോ എങ്ങും കാണത്തില്ല. അതെന്താ? ഈ റേഡിയോ എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. വെളിയിൽ പഴയ സാധനം എടുക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പഴയ കോമഡി എടുക്കത്തില്ല, പഴയ സാധനങ്ങൾ എടുക്കത്തുള്ളൂ. അതല്ലെന്ന്, ഞങ്ങളുടെ നാട്ടിൽ ഈ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറ. ഈ റേഡിയോയിൽ ചലച്ചിത്രഗാനം കേൾക്കാനായിട്ട് ചുറ്റുവട്ടം പെണ്ണുങ്ങൾ വരും. ഇവന്റെ അടുത്ത് ഇങ്ങനെ കൂടി നിൽക്കും, എന്നിട്ട് ഈ പാട്ട് കേൾക്കും. അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് ഒരു പെണ്ണിനെ അടിച്ചു മാറ്റി കെട്ടിയത്. ഓ അത് ശരി. ഇതിന്റെ ചുറ്റിലും ഒരുപാട് പെണ്ണുങ്ങൾ കൂടിയതാ. ഹീറോയല്ലേ? കൊള്ളാം 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 കൊള്ളാം.
അപ്പൊ ഇപ്പൊ എന്താണ് ഇത് പ്രശ്നം? എന്താണ്? ഇതിപ്പോ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഇരിക്കട്ടെ. ആ എന്നാന്ന് വെച്ചേക്കതാ, ഇത് 50 രൂപയോ? അയ്യോ, എന്റെ അച്ഛൻ അവിടുന്ന് കൊണ്ടുവന്നാണ്. 2000 രൂപ മുടക്കുള്ള സാധനമാണിത്. ഇതിപ്പോ കേൾക്കുന്നില്ലല്ലോ, ഇതിപ്പോ വേസ്റ്റ് ആയില്ലേ? അല്ല, നിങ്ങളൊന്നും മനസ്സിലാക്കണം. എന്താണ്? എന്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോ പൂജാമുറി എന്റെ അച്ഛനാണെന്നും പറഞ്ഞ് കൊണ്ടുവരുന്ന സാധനം. നിങ്ങളുടെ അച്ഛനെ പോലെ നിങ്ങൾ കരുതുന്ന സാധനമാണ്. പക്ഷെ അതിപ്പോ കേൾക്കുന്നില്ല, അതിപ്പോ വേസ്റ്റ് ആയില്ലേ? ആ, ഇത് കൂടുതൽ എനിക്ക് തരാൻ പറ്റില്ല. 2000 രൂപ മുടക്കി മേടിച്ച റേഡിയോയാ. ആ, അതാണ്, അത്രേ ഉള്ളൂ കേട്ടോ. आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः परमानन्द झा। उत्तरप्रदेशे विधानसभा निर्वाचनानां द्वितीयश्चरणः। ഇതെങ്ങനെ നിന്റെയാവും? എന്റെ അച്ഛന്റെ റേഡിയോ അത്. എടാ, ഇതെങ്ങനെ നിന്റെയാകും? ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്ത്? ഇതെന്റെ അച്ഛനാണ്. നിന്റെ അച്ഛനാണ്. ആ, അച്ഛനാണ്. ആ അച്ഛൻ എനിക്ക് വേണം. നിന്റെ അച്ഛൻ ഇവിടെ വരുമ്പോൾ മരിച്ചായിരുന്നു വന്നത്. ഇപ്പൊ ഇതിന് ജീവനുണ്ട്. അപ്പൊ ജീവൻ വെച്ചതിന്റെ കൂലി എനിക്ക് തരണം. കൂലി എത്ര രൂപ? 500 രൂപ തരാമെങ്കിൽ ഇത് തന്നേക്കാം. 500 രൂപയോ? 500 രൂപ തരണം. അയ്യോ, ഞാൻ 50 രൂപയ്ക്ക് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. 500 രൂപ തരാമെങ്കിൽ ഇത് സാധനം തരാം. 500 രൂപ എന്റെ അച്ഛനെ ഇതാ കൊണ്ടുപോയിക്കോളൂ നിന്റെ അച്ഛനെ. അച്ഛനെ സ്നേഹിക്കുന്നു ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. രാവിലെ പോയതിന്റെ ഇരട്ടി കിട്ടി. ഇന്ന് കുളി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരുന്ന അച്ഛന്റെ വായിന്ന് വയലും വീടും കേൾക്കണം. അച്ഛാ, അച്ഛാ, അച്ഛന്റെ വായിൽ എന്നാ പഴം തിരികെ വെച്ചോണോ? അച്ഛാ, എന്നാ ഒരു കാര്യം ചെയ്യ്. എന്ത്? 500 അന്നേരം ഇത് വേണ്ട. ഏത് 500? അച്ഛൻ എനിക്ക് വേണ്ട, എടുത്തോ. അയ്യോ, നിങ്ങൾ അച്ഛൻ പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ആളല്ലേ? അതെ, അത് എന്റെ ശരിക്കും അച്ഛനല്ല. ഇത് ശരിക്കും അച്ഛനല്ലേ? എന്റെ അച്ഛൻ മരിച്ചു പോയപ്പോ എന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി കയറിയ ആളായിരുന്നു. അതുകൊണ്ട് ഇത് വേണ്ട. 500 രൂപ എന്നിട്ട് ഇതെടുത്തു. ഇതെനിക്കും വേണ്ട. നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ നിന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി കയറിയ ആളല്ലേ ഇത്? ഇതിനി ഞാൻ മേടിച്ചിട്ട് വേണം എന്റെ അച്ഛൻ മരിക്കുമ്പോൾ ഇവൻ എന്റെ അമ്മയുടെ കൂടെ ചുറ്റിപ്പറ്റി കയറാൻ. ഞാനെന്തിനാണ് ആ അവസരം ഉണ്ടാക്കിക്കുന്നത്? ഇതെടുത്തിട്ട് എന്തെങ്കിലും താ. ഏത്? ഇതെടുത്തിട്ട്. ഇതെനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല. പ്ലീസ്, എന്തെങ്കിലും എടുത്ത്. നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരു വില തരാം. 25 രൂപ തരാം. 25 രൂപയോ? അതെ. അപ്പൊ ആദ്യം 50 രൂപ ആയിരുന്നല്ലോ. അത് നിന്റെ ഒറിജിനൽ അച്ഛനായിരുന്നു. ഇത് ചുറ്റിപ്പറ്റി കയറി വന്നവൻ. 25 രൂപയേ ഉള്ളൂ. ഇത് വലിയ കഷ്ടം കേട്ടോ. 25 രൂപ. ആദ്യം ഇപ്പൊ എത്ര രൂപ നഷ്ടം നോക്കി. എന്താ 500 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയി. 500 കഷ്ടമില്ല. 25 രൂപ എന്റെ കയ്യിൽ പോയി. നല്ല കണ്ണേ, ഇനി നീ ഏതാ ഇവിടെ വരുന്ന? അത് കുഴപ്പമാ. അത് അതിന്റെ വേണ്ട രീതിയിൽ ആൾക്കാർ കൈകാര്യം ചെയ്തോളൂ. നല്ല കണ്ണേ, അതാരത്? ആക്രി ചവിട്ടി വളയ്ക്കാനുള്ള മെഷീൻ. മനസ്സിലായില്ലല്ലേ? മനസ്സിലായോ? ഇല്ല. രാജപ്രതാപവർമ്മ, റിട്ടയർഡ് കേണൽ. റിട്ടയർഡ് ആണല്ലേ? അതെ. അപ്പൊ പിന്നെ ഈ രാജപ്രതാപം ഒന്നും വേണ്ട, വർമ്മ അത് മതി. നിങ്ങൾ ആ വേദം സംസാരിക്കരുത്. നിങ്ങളിങ്ങനെ ആക്രിക്കട നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തോന്നണേ. ഞങ്ങൾ അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ടല്ലോ, അവിടെ എന്റെ പേര് പറഞ്ഞ കിടുകിടാന്ന് പറയ്ക്കും. അതിർത്തി എന്ന് പറഞ്ഞാൽ എവിടാണ്? കാശ്മീര്. അത് പറയ്ക്കും. അതാണ് പറഞ്ഞത്. അത് നിങ്ങളെ പേടിച്ചിട്ടല്ല, അവിടെ തണുപ്പും മഞ്ഞും ഉള്ളതുകൊണ്ട് പറയ്ക്കും. അതാരായാലും പറയും. നിങ്ങൾ ഈ ആക്രിക്കട കയറി ചുമ്മാ മേലനങ്ങാതെ തിന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ സൈസ് വർത്താൻ പറഞ്ഞത്. ഞങ്ങളിങ്ങനെ പട്ടാളക്കാർ അതിർത്തിയിൽ നിന്നുണ്ടല്ലോ 10-20 കിലോയുള്ള തോക്കെടുത്തോണ്ട് ചറപറ എന്ന് പറഞ്ഞ വെടി പിടിച്ച് ശത്രുക്കളെ വീഴ്ത്തണേ. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അറിയാമോ?
നിങ്ങൾ ചുമ്മാ മേലിറങ്ങാൻ തിന്നോണ്ട് വയറും ചാടി ഇങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളൊക്കെ പണി ചെയ്യുന്നുണ്ടോ? എന്താ പണിയാണ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പട്ടിയെ പോലെ പണി ചെയ്തിട്ടാണ് ഞങ്ങളും ജീവിക്കുന്നത്. അതിന് പട്ടി എന്നാ പണിയാ ചെയ്യണേ? എന്തെങ്കിലും നിന്നിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങിട്ട് യജമാനം വരുമ്പോ ഇങ്ങനെ കാണിക്കല്ലോ. അല്ല പട്ടി എന്നാ പണിയാ ചെയ്യണേ? നിങ്ങൾ ഞങ്ങളെ ഇളിപ്പിനാക്കാനാണോ ഇവിടെ തോക്കുമായിട്ട് വന്നേക്കുന്നത്? ആ തോക്കുമായിട്ട്. ഹലോ കോണല്ലേ കേടല്ലേ? നിങ്ങൾ രണ്ടാമത് പറഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിച്ചേനെ. അതെ, എന്നും യുദ്ധം ഉണ്ടോ? എന്നും യുദ്ധം ഉണ്ടോന്ന് വെച്ചാൽ എന്നും യുദ്ധമില്ല. പിന്നെ ശനി ഞായർ അവധിയായിരിക്കും. അതിനാ അന്ന് ഒരിച്ചിരി എല്ലും കപ്പയൊക്കെ ഇട്ട് ഇറച്ചിയൊക്കെ മേടിച്ച് തിന്നണ്ടേ. എന്നും കൊന്നും തിന്നും ജീവിതം മതിയോ? ഞങ്ങളും പട്ടാളക്കാരെ എന്തെങ്കിലും എൻജോയ്മെന്റ് ഞങ്ങൾക്ക് വേണ്ട. കൊള്ളാം കൊള്ളാം. അപ്പൊ യുദ്ധം ഇല്ലാത്തപ്പോ നിങ്ങൾ എന്നാ ചെയ്യും? യുദ്ധമില്ലാത്ത സമയത്ത് ഞങ്ങൾ കോട്ട വളയും. കോട്ട വളയുന്നു? ഈ യുദ്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കോട്ട വളയുന്നത്? കോട്ട വളയുന്ന യുദ്ധ ശത്രുക്കളെ പിടിക്കാനല്ല. ഞങ്ങൾക്ക് ഈ മാസം മാസം ഓരോ കോട്ട കിട്ടുമല്ലോ, അത് ഞങ്ങൾ ഇങ്ങനെ വളഞ്ഞിരുന്ന ചടിക്കൂന്നിങ്ങനെ. കൊള്ളാം കേട്ടത്. കൊള്ളാം. സാറേ ഞാനിത് എത്ര നോക്കിട്ട് എനിക്ക് അതാണ് പിടികിട്ടാത്തത്. എന്താ പിടികിട്ടത്? എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ, ഞാൻ ബീർന്നിപ്പിച്ച് എവിടെയെന്ന് വെച്ചാൽ. അല്ല, ഇതിനകത്ത് എങ്ങനെ കയറുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇതിനകത്ത് എന്തിനാ കയറണേ? ഓ, ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ ചായക്കടയിൽ വന്നിരുന്നു പറഞ്ഞല്ലോ. ഈ ചായക്കടയിൽ വന്നിരുന്നു പറഞ്ഞു. എന്ത് പറഞ്ഞു? തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ? ഇതിനകത്ത് എങ്ങനെ കയറി വെടിവെക്കുന്നു നിങ്ങൾ പറ. ഓരോ പട്ടാളക്കാർ ഓരോ ചായക്കട കയറുന്ന എന്തെങ്കിലും പറയും. അത് ബ്രിഗേഡിയന്മാർക്ക് തലവേദനയായിട്ട് വരുമല്ലോ ദൈവമേ. ഞങ്ങളെ പറ്റിക്കണ്ട. വന്നപ്പോ പറഞ്ഞ കേണലാന്നാണ്. അതെ, ഇവിടെ ഞാൻ കേണലെന്നാണ് പറഞ്ഞത്. ഓരോ കേണന്മാരുടെ തലയിലാണല്ലോ ഈശ്വര ഇതൊക്കെ വന്നു കയറുന്നത്. അയ്യോ, ഞങ്ങളങ്ങനെ പറ്റിക്കൊന്നും വേണ്ട. അതെ, യുദ്ധത്തിനൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ യുദ്ധത്തിന് പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ ടെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ തോരനരി വരുന്നു. തോക്ക് തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കേണൽ വന്ന് പറഞ്ഞു അറ്റാക്ക്. ഞങ്ങൾ ഓടിച്ചെന്ന് ക്യാമ്പിൽ നിന്ന് ഒരുപാട് തോക്കെടുത്തോണ്ട് അതിർത്തിയിൽ നിന്ന് പടപടപടപടപടപടയെന്ന് വെടിയങ്ങ് വെച്ച് കംപ്ലീറ്റ് വെടിയുണ്ട തീർന്നിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോ എന്നാ സംഭവം? അവിടെ അല്ലായിരുന്നു, ശത്രുക്കൾ വരുമല്ലായിരുന്നു. പുള്ളിക്ക് ഒറിജിനലായിട്ട് അറ്റാക്ക് വന്നിട്ട് പുള്ളി നിലത്ത് കിടന്ന് ഉരുളുവാ. പുള്ളിക്ക് അറ്റാക്ക് വന്നാലും പുള്ളി പറഞ്ഞു ആ ഞാൻ നോക്കുമ്പോ ഒരു കള്ളിമുളിച്ചെടി കടിച്ചു പിടിച്ചേക്കുക. കള്ളിമുളിച്ചെടിക്കകത്ത് വെള്ളമുണ്ട്, തൊണ്ട നയുമ്പോ അങ്ങനെ ആ പുള്ളി മരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു കേണൽ വന്നു. പുള്ളി ഇതുപോലെ വന്ന് അറ്റാക്ക് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇനി പുള്ളിക്ക് അറ്റാക്ക് വരരുതല്ലോ എന്ന് പറയാൻ വേണ്ടിട്ട് ഈ പുള്ളിനോട് നിങ്ങൾ ആശുപത്രി കൊണ്ടുപോയി നേഴ്സിനോട് പറഞ്ഞു ഒരു കുപ്പി ബ്ലഡ് ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ നേഴ്സ് ചോദിച്ചു എന്തിനാന്ന് വെച്ചാൽ ചുമ്മാ ഇരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്നെ സംഭവം എന്താണ്? ഞങ്ങളുടെ ടെന്റും കൂടാരൊന്നും കാണാനില്ല. അതിനെ പറ്റി ശത്രുക്കൾ വന്ന് ചാമ്പലേക്ക് കളഞ്ഞില്ലേ? അല്ല സാർ, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നേ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന കാരണം വെച്ചാല് ഞാൻ കാശ്മീരിലായിരുന്നല്ലോ. എന്റെ ഈ ഭയങ്കര എന്താ പണി രസമുണ്ട് കാണാൻ. ആവശ്യമില്ലാത്ത സാധനം പട്ടാളക്കാരുടെ സാധനത്തിൽ നിന്നും കാശ്മീരിൽ ഞാൻ ഭയങ്കര തീവ്രമായിട്ടുള്ള ഒരുപാട് തീവ്രവാദികളെ കൊന്നിട്ടുണ്ടല്ലോ. ആ ധീരമായ യുവാവിന് അവിടുത്തെ ആൾക്കാര്, അവിടുത്തെ മലയാളി അസോസിയേഷൻ ഉണ്ടോ, ഒരു ട്രോഫി തന്നു. പാട്ട് തീരുന്നവരെ പൊക്കി പിടിക്കണമെന്ന് ആഗ്രഹമാണ്. കനം കാരണം താഴ്ത്തേക്ക് വന്നു. എന്റെ പൊന്ന് സാറേ, ഇത്രയും വലിയ സാധനം ഈ ആക്രിക്കട കൊണ്ട് കളയേണ്ട കാര്യമുണ്ടോ? ചെയ്യാൻ പറ്റുന്നാണല്ലോ, കളയാനാ. പിന്നെ നിങ്ങൾ വിൽക്കാൻ കൊണ്ടു മലയാളി അസോസിയേഷൻ എനിക്ക് പൊന്നു പോലെ തങ്ക പോലെ കളയാനാ, കളയാൻ വേണ്ടിയല്ല. ഞാൻ വിചാരിച്ചു ഇതിവിടെ വിൽക്കാൻ കൊണ്ടുവന്നാണ്. വിൽക്കാൻ കൊണ്ടല്ല, ഇതിന്റെ കണ്ടല്ലോ ഈ സൈഡിൽ നിന്ന് ഒരു ചില്ലും കഷ്ണം താഴെ പോയി. ചില്ലും കഷ്ണം താഴെ പോയി. ഈ ചില്ലും കഷ്ണം ഞാൻ ഇവിടെ ഉള്ള എല്ലാ ആക്രിക്കടയിലും നോക്കിയിട്ട് കിട്ടിയില്ല. ചില്ലും കഷ്ണം അല്ല, അത് ഇത് മുത്താണ്. അതൊരു വേറെ മുത്തുവാണെങ്കിലും വിക്രമനാണെങ്കിലും സാധനം പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാര്യം ചെയ്തു, ഞങ്ങൾ ഈ കടയിലൊക്കെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. ഒരു ടീം പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. ടീമോ? കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ? അവരങ്ങനെ എന്റെ കടയെ കുറിച്ച് അവരങ്ങനെ പൊക്കി പറയേണ്ട കാര്യം ഇതാണ്. നമുക്ക് വെറുതെ പബ്ലിസിറ്റി തരികയാണ്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്താണ്? ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മുത്തിന്റെ ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ. ആ മുത്തല്ലേ കാണും, ഇവിടെ കാണും. പക്ഷെ നിങ്ങളെല്ലാം തപ്പി നോക്കാമെങ്കിൽ ഈ സംഭവം ഇവിടെ ഉണ്ട്. അതേപോലത്തെ ഒരുപാട് സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? നോക്കാൻ മതി. ചിലപ്പോ മറിഞ്ഞു വീണ് പോയാലേ അങ്ങനെ വെച്ചോ. അത് മറിഞ്ഞിങ്ങനെ അടിച്ചു വീഴുമ്പോ ചില്ല് ചെതറി പോയി കഴിഞ്ഞാൽ സാറൂടെ ഒന്ന് നോക്കാം സാറേ. സാറാകുമ്പോ അത് കണ്ടാ അറിയാലോ. അതല്ലേ, ഇവിടെ ഇഷ്ടം പോലെ സാധനം ഇനി അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ വേറെ സാധനം കിടപ്പുണ്ട്. ഓ, തോക്ക് ചൂണ്ടിയ മുത്തിറങ്ങി ഓടിയാൽ ഉണ്ട്. ഇത് ചിലപ്പോ അവനറിയായിരിക്കും. അവന് നല്ല കണ്ടേ. Na 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 na
പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ആ ഇത് തന്നെ ഇത് അതിനകത്ത് ഇരിക്കണേക്കാളും ഒറിജിനൽ സാധനമാണുള്ളത്. എന്തേ വേണ്ട, കറക്റ്റ് സാധനമാണ് സൂര്യനെ ഓടി നടക്കുന്നു. ഞാൻ പറഞ്ഞില്ല ഇത് എവിടെയെങ്കിലും കാണും, അതാ ഞാൻ പറഞ്ഞത്. നമുക്കിത് ഇതിങ്ങനെ വെച്ചതിന്റെ ഷോ അങ്ങനെ വരാം. നല്ല കണ്ണ്, എന്റെ റെറ്റിനെ ഞാനൊന്ന് പറിച്ചെടുക്കും. കാരണം ചെയ്തേ, താരം ചെയ്തേ, ഗുഡ് ഐസ്. ഇതാര ചെയ്തത്? നല്ല കണ്ണ്, നല്ല കണ്ണ്. എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. എന്നെ എന്നെ ഒന്നും ചെയ്യരുത് സാറേ. സാറേ ഒന്നും ചെയ്യരുത്, സാറേ ഒന്നും ചെയ്യരുത്. ഞാൻ വേറെ മേടിച്ചു തരാം, ഞാൻ വേറെ മേടിച്ചു തരാം. അയ്യോ പിടിച്ചു മാറ്റാ. ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. കാശ്മീരിൽ നിന്ന് കൊണ്ടു ഞാൻ വേറെ മേടിച്ചു തരാം. വേറെ ഞാൻ അയ്യോ അയ്യോ നിന്നെ ഞാനേ നിന്നെ ചാക്കിനകത്താക്കിയിട്ട് ഞാൻ എന്ത് വേണേലും സാർ പറയുന്ന പോലെ ഞാൻ ചെയ്ത് കേട്ടോ. ചാക്കിനകത്താക്കി നിന്നെ ഞാൻ അതിർത്തി കിടത്തും. അയ്യോ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, എന്റെ അങ്ങനെ പറയരുത്. ഇച്ചയുടെ താത്ത വിടി ഞാനെങ്ങനെ കയറും? എന്നെ കേട്ടരുത്. എന്നെ അതിർത്തി കൊണ്ടുപോകരുത് സാർ, പ്ലീസ് സാർ, എന്നെ അതിർത്തി കൊണ്ടുപോകരുത്. അയ്യോ അയ്യോ എന്നെ വെറുതെ വിടണം. എടാ ഞാൻ ചെറിയ കാണിച്ചടാ സാറേ. ഇരിക്കില്ല സാറേ 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 ഒന്നും ചെയ്യല്ലേ സാറേ. ഇവൻ എന്റെ റേഡിയോയെ തിന്നാൻ പോകണം നിന്നെ. എന്നെ രക്ഷിക്കണേ. അയ്യോ എന്നെ അയ്യോ. എടാ ഞാനേ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാം. ഞാനും വരാം. വടി നിന്നെ അയ്യോ പോയോ? അയ്യോ രക്ഷിക്കണേ. എടാ നല്ല കണ്ണേ ഓടിവാടാ. അയ്യോ ഇങ്ങനെയാണോ നിങ്ങൾ ചവിട്ടി പൊട്ടിച്ചത്? എന്റെ പൊന്നു ഏട്ടാ, ഇതാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നല്ലേ കൂടുതൽ ജോലി കുറഞ്ഞ കൂലി.